കുറച്ച് ഔഷധ ചെടികൾ തേടിയുള്ള പോക്കാണിത്. സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് ഒരു എണ്ണ കാച്ചലിൻ്റെ ഒരു വീഡിയോ ആണ് ഇടുന്നത്. അപ്പോൾ പോകുന്ന വഴി കണ്ട കുറേ ചെടികളെല്ലാം കളക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ വയലിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടുന്ന് ഞങ്ങൾക്ക് കയ്യോന്നി എടുക്കാനാണ് വന്നത്. അത് ശരിക്കും വയലിലാണല്ലോ ഉള്ളത്. പക്ഷേ ചൂട് കാരണം ഇപ്രാവശ്യം നമ്മൾ ഒരുപാട് തിരക്കിയതിന് ശേഷമാണ് കുറച്ച് ഞങ്ങൾക്ക് കിട്ടിയത്. അങ്ങനെ ഞങ്ങൾ കുറച്ച് കയ്യോന്നിയൊക്കെ കിട്ടിയതൊക്കെ ഇവിടെ നിന്നൊക്കെ പറിച്ചെടുക്കുന്നതാണ് നിങ്ങളീ കാണുന്നത്. അപ്പോൾ ഞാനും തുളസിയും ഉണ്ട്, എൻ്റെ ഒരു ഹെൽപ്പറും കൂടിയാണ്. അപ്പോൾ ഞങ്ങൾ അവിടുത്തെ തോട്ടിലെ വെള്ളത്തിൽ തന്നെ കഴുകിയൊക്കെ എടുക്കുകയാണ്. അപ്പോൾ കയ്യോന്നിയൊക്കെ നമ്മൾ ആ വേരോടുകൂടി തന്നെ നമ്മൾ ചതച്ചിടുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. അങ്ങനെ അതെല്ലാം നന്നായിട്ട് മണ്ണെല്ലാം കളഞ്ഞ് എടുക്കുകയാണ്. അങ്ങനെ ഞാൻ ഒരുവിധം എല്ലാം കളക്ട് ചെയ്തത് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒന്ന് കാണിച്ചു തരാം എന്തൊക്കെയാണ് സാധനങ്ങൾ. ഞാൻ ഒരു 10-15 സാധനം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വേപ്പിലയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് എല്ലാം ഇവിടെ ഉള്ള ഇത് തന്നെയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ കൊച്ചുള്ളി വേണ്ടേ, അതാണിത്. കുറച്ച് കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് കീഴാർ നെല്ലി എന്ന് പറയും. ഇത് എണ്ണ കാച്ചുന്നവർക്കൊക്കെ അറിയാം ഇത്. പിന്നെ നമ്മുടെ ചെമ്പരത്തി പൂവാണ് എടുത്തിരിക്കുന്നത്. പിന്നെ പൂവാങ്കുരുന്നില എന്ന് പറയും. ഇത് എണ്ണ കാച്ചാൻ 1-ാം തരമാണ് കേട്ടോ. അങ്ങനെ അതും ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ നെല്ലിക്ക എടുത്തിട്ടുണ്ട്. പിന്നെ കറ്റാർ വാഴ എടുത്തിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾക്കറിയാവുന്നതായിരിക്കാം എണ്ണ കാച്ചുന്നവർക്ക്. പിന്നെ കുറച്ച് നമ്മുടെ തുളസി എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ തലനീരിറക്കത്തിനൊക്കെ നല്ലതാണ് എണ്ണയിൽ ചേർക്കുന്നതിന്. പിന്നെ ഇത് കയ്യോന്നിയാണ്. ഇതാണ് നമ്മൾ എടുക്കാൻ ശരിക്കും വയലിലോട്ട് പോയത് ഇതാണ്. അപ്പോൾ ഇത്രയേ കിട്ടിയിട്ടുള്ളായിരുന്നു. കാരണം ഇത് കിളിർത്ത് വരുന്നതേ ഉള്ളൂ. പിന്നെ ഇതാണ് ചങ്ങലം പെരണ്ട എന്ന് പറയും. ഇതും ഇവിടെ തന്നെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നതാണ്. അതും ഞാൻ എടുത്തിട്ടുണ്ട് കുറച്ച്. അപ്പോൾ ഇത്രയും സാധനങ്ങളൊക്കെ എടുത്തു. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് മൈലാഞ്ചി ഇല ചേർത്തിട്ടുണ്ട്. പിന്നെ കർപ്പൂരം ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് മുരിങ്ങയില കൂടെ ചേർത്തിട്ടുണ്ട്. അത് ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. അപ്പോൾ ഇത് ഇത്രയും സാധനങ്ങൾ എല്ലാം കൂടെ ചേർത്താണ് ഞാൻ ഇന്ന് ഒരു എണ്ണ കാച്ചാൻ പോകുന്നത്. അപ്പോൾ ഇത് എണ്ണ കാച്ചലെന്ന് പറയുന്നത് അത് ഒരു യജ്ഞം തന്നെയാണ്. കാരണം ഒരുപാട് ടൈം എടുക്കും. അപ്പോൾ ആദ്യം ഞാൻ എല്ലാം ഒന്ന് കഴുകി ഒന്ന് എടുക്കുകയാണ്. അതിനുശേഷം തണലത്ത് വെച്ച് ഒന്ന് ഉണക്കി അതെല്ലാം. കാരണം അതിൻ്റെ മണ്ണൊക്കെ പോക്കി തണലത്ത് വെച്ചൊക്കെ ഒന്ന് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പോയതിന് ശേഷം ഇനി ഇതിനെ നമുക്ക് ചതച്ചെടുക്കണം. അപ്പോൾ എല്ലാം കൂടെ നമുക്ക് ഏതെങ്കിലും ഇടികല്ലിലിട്ട് ചതയ്ക്കാം. അതല്ലെങ്കിൽ നമ്മൾ മിക്സിയിലിട്ട് തന്നെ കുറേശ്ശെ ഇങ്ങനെ നമുക്ക് ചതച്ചെടുക്കാം. അങ്ങനെ അപ്പോൾ ഇതിലെനിക്ക് 2 സാധനം കിട്ടിയിട്ടില്ല. അശോകപ്പൂവും കിട്ടിയില്ല. പിന്നെന്താ മറ്റേ നീലാമരിയും കിട്ടിയിട്ടില്ലായിരുന്നു. അത് രണ്ടും ശരിക്കും പറഞ്ഞാൽ അശോകപ്പൂ വീട്ടിലുണ്ട്. പക്ഷേ അതിൻ്റെ സീസൺ കഴിഞ്ഞു പോയി, പൂവിൻ്റെ സീസൺ കഴിഞ്ഞു പോയി. അങ്ങനെ ഞാൻ എല്ലാം ചതച്ച് എടുത്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ വെളിയിൽ തന്നെ അടുപ്പ് ഇങ്ങനെ കൂട്ടിയിട്ട് വെളിയിൽ വെച്ച് കാച്ചാമെന്ന് വിചാരിച്ചു. കാരണം എന്താണെന്ന് വെച്ചാൽ വലിയ ഉരുളിയിൽ കാച്ചണം. അപ്പോൾ അകത്ത് കാച്ചുന്നതിനേക്കാളും പുറത്ത് വെച്ച് കാച്ചുന്നതാണ് നല്ലത്. പിന്നെ എപ്പോഴും എണ്ണ കാച്ചുമ്പോൾ നമ്മൾ ഉരുളിയിൽ തന്നെ കാച്ചാൻ ശ്രമിക്കണം. അങ്ങനെ ഉരുളി ചൂടാകാൻ വേണ്ടി തീയൊക്കെ ഇട്ട് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. പിന്നെ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് 3 കിലോ ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. 3 കിലോ. അപ്പം നമ്മൾ 3 കിലോ വെളിച്ചെണ്ണ എടുത്താലും കാച്ചി വരുമ്പോൾ അത് അത്രയും ഉണ്ടാകില്ല കേട്ടോ. അതുകൊണ്ടാണ് 3 കിലോ എടുത്തത്. അപ്പോൾ നല്ല ഇവിടെ മില്ലിൽ ആട്ടുന്ന എണ്ണയാണ്. പണ്ട് കാലങ്ങളിൽ ഇവിടെ വീട്ടിൽ തന്നെ കൊപ്രയൊക്കെ ആട്ടിയെടുക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ, ഇപ്പോഴും ആരും ഇല്ല ചെയ്യാനൊന്നും. അതുകൊണ്ടാണ് അങ്ങനെ. അപ്പം ഇങ്ങനെ എണ്ണ 3 കിലോ ഞങ്ങൾ മില്ലിൽ ആട്ടിയ ശുദ്ധമായ വെളിച്ചെണ്ണ തന്നെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ കാച്ചുന്നത്, ഇപ്പോൾ ഇത് ഞാൻ എൻ്റെ അമ്മയുടെ കുടുംബ വീട്ടിൽ വന്നാണ് കാച്ചുന്നത്. ഇപ്പോൾ ഇവിടെ വല്യമ്മയാണ് ഇപ്പോൾ താമസിക്കുന്നത് കേട്ടോ. അത് അപ്പോൾ ഇവിടെ ഒരുവിധമുള്ള എല്ലാ ചെടികളും ഇവിടെ തന്നെ ഉണ്ട്. ഔഷധ ചെടികൾക്ക് നമുക്ക് പുറത്തോട്ടെങ്ങും പോകണ്ട, ഇവിടെ തന്നെ ഉണ്ട്. അങ്ങനെ ഞാൻ എണ്ണ കാച്ചലിൻ്റെ ഇതിലോട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ പണ്ട് എൻ്റെ കൊച്ചിലെ എനിക്കൊക്കെ ഒരു 7-8 വയസ്സൊക്കെ ഉള്ളപ്പോൾ ഞങ്ങളൊരു 3-4 വർഷം ഇവിടെ ഉണ്ടായിരുന്നു. ഈ സ്ഥലം എന്ന് പറയുന്നത് പാരിപ്പള്ളിക്കടുത്ത് ചാവർഗോഡ് എന്ന് പറയും. ചാവർഗോഡ് വൈദ്യ ഫാമിലിയിലുള്ളതാണ് എൻ്റെ അമ്മ. അപ്പോൾ വൈദ്യ ഫാമിലി എന്ന് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ പണ്ട് കാലങ്ങളിൽ ഈ പിന്നെ എൻ്റെ അമ്മാമ്മയും അച്ചാച്ചിയൊക്കെ ഉള്ള സമയത്ത് ഇവിടെ എണ്ണ കാച്ചാൻ ഒരാൾ വരുമായിരുന്നു. അപ്പോൾ പുള്ളി ഇങ്ങനെ പുരയിടങ്ങളിലെല്ലാം പോയി ഒരുപാട് സാധനങ്ങൾ കളക്ട് ചെയ്തുകൊണ്ടൊക്കെ ഇങ്ങനെ വരുമായിരുന്നു കേട്ടോ. കൊണ്ടുവന്നൊക്കെയാണ് എണ്ണ കാച്ചുന്നത്. അപ്പം ഞാൻ എണ്ണ ചൂടായോ എന്നറിയാൻ വേണ്ടി 2 കറിവേപ്പില ഇട്ട് നോക്കിയതാണ്. അപ്പോൾ എണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ആ സാധനം കുറേശ്ശെ ഇട്ട് കൊടുക്കാം.
അപ്പോൾ ഇത് ഇടുന്ന സമയത്ത് തീ വളരെ കുറവായിരിക്കണം കേട്ടോ. ഇവിടെ ഇപ്പോൾ തീ കുറച്ച് കൂടുതലായത് കാരണം തീ ഒന്നങ്ങോട്ട് മാറ്റി എടുത്തിട്ടുണ്ട്. അപ്പോൾ കുറേശ്ശെ ഇട്ട് ഇതേപോലെ ഇളക്കിയെടുക്കണം. അപ്പം നമ്മൾ തീ കൂടാൻ പാടില്ല. തീ കൂടിക്കഴിഞ്ഞാൽ അത് കരിഞ്ഞു പോകും എണ്ണ. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് പതുക്കെ ഇങ്ങനെ നമുക്ക് ഇളക്കിയെടുക്കണം. അങ്ങനെ ഇരിക്കുകയാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു വന്നത് വീണ്ടും പറയാം. നമ്മൾ എണ്ണ കാച്ചുന്നതിൻ്റെ ഇടയിൽ അത് പറയാം. പണ്ട് അപ്പം ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ അമ്മയുടെ കുടുംബം എന്ന് പറയുന്നത് വൈദ്യ കുടുംബമാണ്. അപ്പോഴും പണ്ട് കാലങ്ങളിൽ എല്ലാവരും അവരവർ ഈ വൈദ്യന്മാരാണ് എല്ലാവരും. അപ്പോൾ അവർ സ്വന്തം വീട്ടിൽ തന്നെയാണ് സ്വന്തമായിട്ട് എണ്ണ കാച്ചലും പിന്നെ ദശമൂല അരിഷ്ടമൊക്കെ ഇല്ലേ, അങ്ങനെ അരിഷ്ടങ്ങളെല്ലാം വീട്ടിൽ തന്നെ ഉണ്ടാക്കും. പണ്ട് കാലങ്ങളിൽ അങ്ങനെയാണല്ലോ. ഈ പിന്നെ ആയുർവേദം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഈ അടുത്ത സമയത്ത് തന്നെ ആണല്ലോ ആയുർവേദം. പണ്ടേ ഉണ്ട്, പക്ഷേ ഇപ്പോഴും പോയി പഠിക്കുന്നത് ഒക്കെ അങ്ങനെയാണ്. പണ്ടൊക്കെ വൈദ്യന്മാരെന്നാണ് പറയുന്നത്. ആ സമയത്താണ് എൻ്റെ അമ്മാമ്മയുടെയൊക്കെ സമയത്ത് കേട്ടോ. അപ്പോൾ അവർ വീടുകളിൽ തന്നെയാണ് എല്ലാം ചെയ്തെടുക്കുന്നത്. അപ്പോൾ എനിക്കറിയാം എല്ലാവരും വീട്ടിൽ എണ്ണ കാച്ചുന്നതും ഇതേ കണക്ക് ഉള്ള അരിഷ്ടങ്ങളും ഉണ്ടാക്കുന്നത്. ഒരുവിധമുള്ള എല്ലാ അസുഖത്തിനുള്ള മരുന്നുകളും വീടുകളിൽ തന്നെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഇവിടെ വല്യമ്മയാണ് താമസിക്കുന്നത്. ഇപ്പം അതിനുശേഷം ഞങ്ങൾ ഒരു 4 വർഷം എൻ്റെ ചെറുതിലേക്ക് താമസിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ കൊല്ലത്തോട്ട് മാറി. അപ്പോൾ ഇവിടെ എൻ്റെ മാമനും ഒക്കെ ഇവിടെ അടുത്തൊക്കെ തന്നെയാണ് താമസിക്കുന്നത്. അപ്പോൾ നല്ല രസമായി സ്ഥലം കാണാൻ കേട്ടോ. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് ഇവിടെ ഇങ്ങനെ കുറച്ച് വീഡിയോ ഞാൻ പെട്ടെന്ന് കാണിക്കുകയാണ്. ഒരുവിധം ഇങ്ങനെ ആയി വരെയാണ്, നല്ല പച്ച കളറാവും കേട്ടോ. അപ്പോൾ തീ വളരെ കുറച്ച് ഇങ്ങനെ നമ്മൾ ആക്കി ഇരിക്കണം. ഇതിലേക്ക് കുറച്ച് സമയം പിടിക്കും ഇത് ആക്കിയെടുക്കാൻ വേണ്ടി. അവസാനം ഇതൊരു ചെളി പരുവാവും. ആ സമയത്ത് വേണം നമ്മളിത് ഇറക്കി വെക്കേണ്ടത്. അപ്പോൾ ഇത് കുറേ നേരം ഇട്ട് ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഞങ്ങളിങ്ങനെ രണ്ടുപേരും മാറിയും തിരിഞ്ഞ് ഇളക്കി ഇരിക്കുകയായിരുന്നു. അപ്പോൾ എപ്പോഴും എനിക്കിങ്ങനെ കാച്ചാൻ പറ്റില്ല. അപ്പം ഇപ്പം ഞാൻ നാട്ടിൽ വന്നപ്പോൾ കാച്ചിയതാണ്. ഇതിന് മുമ്പ് 2 കൊല്ലം മുമ്പ് ഞാൻ കാച്ചിട്ടുണ്ടായിരുന്നു. എപ്പോഴും പറ്റില്ല, സമയം കിട്ടുമ്പം ഒന്ന് ചെയ്യും. അപ്പോൾ ഇത് ഞാൻ ഇപ്പോൾ കാച്ചുന്നത് എനിക്ക് കൊണ്ടുപോകാനും വേണ്ടിയാണ് ഇവിടെ കാച്ചുന്നത്. അപ്പോൾ ഇത് കാച്ചിയൊക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് 3 കിലോ കാച്ചിയെങ്കിലും ഒരു 2 കിലോ ഒക്കെ എണ്ണ കിട്ടിയിട്ടുള്ളായിരുന്നു കേട്ടോ. അങ്ങനെ അപ്പോൾ മൊത്തം കാണിക്കുന്നില്ല, ഞാൻ ജസ്റ്റ് ചുരുക്കി ഇങ്ങനെ ഒന്ന് കാണിച്ചു തരാം. കാരണം ഇത് സമയമെടുത്തല്ലേ ചെയ്യത്തുള്ളൂ. ഒരു 2-3 മണിക്കൂർ വേണം കേട്ടോ ഇത് ഈ പ്രോസസ്സ് എല്ലാം. പിന്നെ രാവിലെ പോയി ഇതെല്ലാം കളക്ട് ചെയ്ത് വരാനും കുറച്ച് സമയമൊക്കെ എടുത്ത്. ശരിക്കും നമ്മൾ വീട്ടിലൊക്കെ കാച്ചി തേക്കുന്ന എണ്ണയ്ക്ക് അതിൻ്റേതായ ഗുണവും ഉണ്ട്. നമുക്ക് വളരെ ഹെൽത്തിയുമാണ്. നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുന്നത് നമുക്കറിയില്ലല്ലോ. അപ്പം പണ്ട് ചെയ്തുകൊണ്ടിരുന്നതാണ് എല്ലാവരും. ഇപ്പോഴും പിന്നെ ഈ പറഞ്ഞ കണക്ക് പുതിയ തലമുറ, പഴയ ആൾക്കാരെല്ലാം മൺമറഞ്ഞു പോയി. ഇപ്പോൾ പുതിയ തലമുറയാണല്ലോ. അപ്പോൾ അവസാനം ഇപ്പോൾ ഒരുവിധം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഞാൻ കർപ്പൂരം കൂടെ ഇട്ട് കൊടുക്കുകയാണ്. വേണമെങ്കിൽ നമുക്ക് പൊടിച്ചിടാം, പക്ഷേ അതുപോലെ ഇട്ടാൽ അതങ്ങ് അലിഞ്ഞ് ചേരും. ആ കനലിൽ റെഡിയായി വന്നിട്ടുണ്ട് കണ്ടോ, നല്ല ഗ്രീൻ കളറായിട്ടുണ്ട്. അപ്പോൾ ഇത് ഇനി കുറച്ചുകൂടെ കഴിഞ്ഞ് ഞാൻ ഇറക്കി വയ്ക്കും. നന്നായിട്ട് തണുത്തതിന് ശേഷമാണ് നമുക്കിത് ഒന്ന് അരിച്ചെടുക്കേണ്ടത്. അത് നന്നായിട്ട് തണുത്ത് നമ്മളൊരു ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു തോർത്തിൽ ഇത് അരിച്ച് എടുക്കും, അരിച്ച് മാറ്റും. ശരിക്കും നല്ല തൊത്ത് ഇങ്ങനെ വരും. അതിൻ്റെ ഇത് വേസ്റ്റ് എന്ന് പറയുന്നത് ഒരുപാട് കാണും ഇത്. അപ്പോൾ ഇങ്ങനെ ഒരുവിധം റെഡിയായി വന്നിട്ടുണ്ട്. അപ്പം നിങ്ങളൊക്കെ ഇങ്ങനെ കാച്ചുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ എത്രയും നമുക്ക് മരുന്നുകൾ കിട്ടും അത്രയും ഇതിലേക്ക് ചേർക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇവിടെ എല്ലാം ശരിയായി വന്ന് ഇനി ഇതിനെ ഞാനൊന്ന് ഇറക്കി വെക്കണം. അത് കഴിഞ്ഞ് തണുത്തതിന് ശേഷം ഒന്ന് നമുക്ക് അരിച്ചും കൂടെ ഒക്കെ എടുക്കണം. ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോ. അപ്പം രാത്രി ആയപ്പോഴത്തേക്ക് ഞാനും പിന്നെ തുളസിയും കൂടെ അത് തോർത്തിൽ പിഴിഞ്ഞെടുക്കുന്ന സീനാണ് കേട്ടോ. അത് നിങ്ങൾ കാണുന്നത്. ഞങ്ങൾ അതിലേക്ക് കുറേശ്ശെ ഒഴിച്ച് പിഴിഞ്ഞിട്ട് അതിനെ ഞങ്ങൾ ബോട്ടിലോട്ട് മാറ്റിയായിരുന്നു. അങ്ങനെ ആ പിഴിയുന്നത് ഒരു ഭയങ്കര ഒരു യത്നമാണ്. അപ്പോൾ അവളവിടെ ഇരുന്ന് കമൻറ്റൊക്കെ പറയുന്നുണ്ട്, പായസത്തിനുള്ള തേങ്ങ പിഴിയല്ല, എണ്ണയാണ് പിഴിഞ്ഞെടുക്കുന്നത് എന്നൊക്കെ. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, അതെനിക്ക് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പം നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു വിഷയമായിട്ട് കാണാം. സോ സീ യു നെക്സ്റ്റ് വീഡിയോ. Until then, bye and take care.